നമസ്കാരം. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന പഴം കൊണ്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇത് നമ്മൾ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്ന പാനിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ കയ്യിലുള്ളത് കൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലില്ലാത്തവർക്ക് നമ്മൾ സാധാരണ പഞ്ചസാര ഉപയോഗിച്ചിട്ട് ക്യാരമൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഒരു രീതി എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ 2-2.5 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒരു മെൽറ്റായി നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിനകത്തോട്ടേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നോർമൽ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു ഷെയ്ഡ് ആകുന്നത് വരെ വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനൊരു ക്യാരമൽ കയ്പ്പ് രസം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ എടുത്ത് നെയ്യും ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ നെയ്യിൻ്റെയും അതുപോലെ തന്നെ ആ ഉപ്പൊക്കെ ശരിക്കും മിക്സ് ആയിട്ടുള്ള നല്ല കറക്റ്റായിട്ട് റെഡിയായി വരുമ്പോൾ ഇതുപോലെ ഓരോ സ്ലൈസസായി ചേർത്ത് കൊടുത്തിട്ട് പഴം നമുക്കൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ക്യാരമലിനകത്തോട്ടേക്ക് പഴം ചേർത്ത് കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് തുറന്നിട്ട് 2 സൈഡും മാറി മാറി തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്യാരമലൊക്കെ കറക്റ്റ് ഇതുമായിട്ട് ഒരു ശരിക്കും സ്റ്റിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്യാരമൽ ആയതുകൊണ്ട് തന്നെ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. ഇതിപ്പോൾ നല്ലൊരു ഷെയ്ഡിനകത്തോട്ടേക്ക് മാറിയിട്ടുണ്ട്. ശരിക്കും നല്ല ഫ്ലേവറാണ് നമ്മൾ നെയ്യും ഇതൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.